സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് തന്നെ വൈകിട്ട് 4-ന് പ്രഖ്യാപനം. വിവരങ്ങളുമായി ശരത് ലാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ശരത് ലാൽ, നിർണായകമായിട്ടുള്ള വിവരം, ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ് വരുന്നത്. എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം? നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? ശ്രീലക്ഷ്മി, ഇന്ന് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 സംസ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. വളരെ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇന്ന് നേരത്തെ 11 മണിക്ക് പ്രഖ്യാപിക്കും എന്ന രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൂചന. എന്നാൽ ഇപ്പോൾ 4 മണിക്കാണ് പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. കാരണം ആസാം, കേരളം, അതേപോലെ പോണ്ടിച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എസ് ഐ ആറിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വളരെ വലിയ ഒരു ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം സംസ്ഥാനം, അതുപോലെ പശ്ചിമ ബംഗാൾ, അതുപോലെ തമിഴ്നാട്, ആസാം പോകുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുഴുവൻ കമ്മീഷനും ഈ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം SIR ആദ്യം നടപ്പിലാക്കിയത് ബീഹാറാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് വരുന്നത്. 4 മണിക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ലഭിച്ച സൂചന അനുസരിച്ച് തമിഴ്നാട്, കേരളം തുടങ്ങിയവ ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും. ഒരു പരിധിവരെ ആസാമും ഒരു ഘട്ടമാകും എന്നൊരു വാർത്തകളും വരുന്നുണ്ട്. ഇന്നലെ തന്നെ ആസാം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായ സൂചനകൾ നൽകിയത് ആസാമിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ നടക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. എന്നാൽ വെസ്റ്റ് ബംഗാൾ എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചോളം ഏപ്രിൽ 16-17 ശേഷമായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി ഉണ്ടാകുക എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും. ഊഹാപോഹങ്ങൾക്കുടെ ആവശ്യമില്ല. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 കമ്മീഷൻ അംഗങ്ങളും പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. വിജ്ഞാൻ ഭവനിലുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉള്ള പാസ് ഇഷ്യൂ ചെയ്തു തുടങ്ങി. ഏതായാലും 4 മണിക്ക് SIR കേരളത്തിൽ എത്ര വോട്ടർമാരുണ്ട്, കേരളത്തിലെ പ്രത്യേകം ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേരത്തെ കഴിഞ്ഞ ദിവസം കൊച്ചി അടക്കമുള്ള സന്ദർശനം നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ആ സംബന്ധിച്ച സൂചനയും നൽകിയിട്ടുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നായിരിക്കും, വിഷുവിന് ശേഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സേതുലക്ഷ്മി, ശരത് ലാൽ, എന്തായാലും നടപടികളെല്ലാം പൂർത്തിയായി എന്ന് ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. ഇന്നൊരു ഞായറാഴ്ചയാണ്, പക്ഷേ അസാധാരണമായി തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥരടക്കം എത്തിയപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു. കേരളത്തിൽ ഒരു ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ശരത് ലാൽ പറഞ്ഞതുപോലെ ഇപ്പോൾ വിഷു അടക്കമുള്ള ഉത്സവങ്ങൾ കേരളത്തിലുണ്ട് ഇനി വരും ദിവസങ്ങളിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. ഇനി അറിയേണ്ടത് കൃത്യമായിട്ടുള്ള ആ തീയതിയാണ്. അപ്പോൾ ആ തീയതി എന്നായിരിക്കുമെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ കേരളത്തിൽ ഇനി ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ, എപ്പോഴേക്ക് ആരംഭിക്കാനായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം? സ്വാതി, അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം 4 മണി മുതൽ തന്നെ നിലവിൽ വരും. പിന്നെ എപ്പോഴാണ് നോമിനേഷൻ ഘട്ടമനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, 2 ഘട്ടമാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിന് ഒരു സമയമുണ്ട്, രണ്ടാമത്തെ ഘട്ടത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മറ്റൊരു ദിവസമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പിന്നെ സർക്കാരിനെ അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഒരു കാവൽ സർക്കാരായി മാത്രമാണ് നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നത് വരെയുള്ള കാര്യങ്ങളാണ്, 4 മണി വരെയുള്ള കാര്യങ്ങളാണ് അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെ നിലവിലുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് കാണാൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ സംസ്ഥാനം അതിൻ്റെ കീഴിൽ വരും. പിന്നെ നിയന്ത്രിക്കപ്പെടുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ അതനുസരിച്ചിട്ട് എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക, എപ്പോഴാണ് പിൻവലിക്കേണ്ടത്, എപ്പോഴാണ് സ്ക്രൂട്ടിനി തുടങ്ങിയ ഒരു ചാർട്ട് തന്നെ നമുക്ക് ഇന്ന് വ്യക്തമാകും.
എന്നാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളാണ് പോലും വോട്ടെണ്ണൽ ഒരു ദിവസമായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് രീതി. തെരഞ്ഞെടുപ്പ് 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിൽ നടന്നാൽ പോലും വോട്ടെണ്ണൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു ദിവസമായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാദി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അതാണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നത് കേരളം, അതുപോലെ തന്നെ ബംഗാൾ ആണ്, മറ്റൊരു തമിഴ്നാടാണ്. കാരണം SIR-ന് ശേഷം SIR-നെ ശക്തമായി എതിർക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം അറിയണം. ഈ സംസ്ഥാനങ്ങളുടെ മുഴുവൻ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ എതിർപ്പ് അത്ര രൂക്ഷമല്ലെങ്കിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും ഇതിനെതിരെ കോടതിയെ പോലും സമീപിച്ചിരുന്നു. ഈ സമയത്ത് ഇത്തരം തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടത്തിയ ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രത്യേകതയാണ്. കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, അതേപോലെ ആസാം ഈ സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം എന്ന തരത്തിലേക്കുള്ള മുദ്രാവാക്യമായി മോദി സർക്കാർ പോകുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നമുക്കിതിനെ കാണേണ്ടി വരും. കാരണം അത് സംബന്ധിച്ച ബില്ല് പാർലമെന്റ് പരിഗണനയിലാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടത് കേരളം ജനവിധി തേടുന്നു എന്നതാണ്. കേരളത്തിൻ്റെ ജനവിധി എന്നായിരിക്കും എന്ന ദിവസം 4 മണിക്ക് കൃത്യം 4 മണിക്ക് നമുക്കറിയാൻ കഴിയും.